ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മളെ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. വയനാട്ടിലേക്കാണ് ട്രിപ്പ്. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. എന്താവും ഏതാവുന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഒന്ന് ഷുക്കൂറാണ്, പിന്നെ നിജാസാണ്. പിന്നെ നമ്മളൊരു ട്രിപ്പിലുപരി പ്രത്യേകിച്ച് ഒരു വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടി കാണാനും കൂടിയാണ് പോണേ. നമുക്കൊരു ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പോകാൻ പറ്റിയൊരു വണ്ടി എടുക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കൈ കരുതിയിട്ടാണ് പോണത്. ഇത് ഓൾ കേരള ട്രിപ്പ് പോണതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ട്രയലും കൂടിയാണ്. അപ്പോൾ എന്താവുന്നൊക്കെ അറിയണമല്ലോ. നമ്മളെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ നടക്കുമോ എന്നുള്ളതൊക്കെ കൂടെ ഒന്ന് അറിയാനും കൂടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ മുൻപോട്ട് കാണാം. നമ്മൾ ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വളരെ നല്ല റോഡാണ്. ഷുക്കൂറിൻ്റെ ഇതിൽ വണ്ടിയിൽ ഫാന് കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മളെ കട്ട് റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് കയറിയിരിക്കുന്നു. നമ്മൾ കുന്നമംഗലം ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളെ യാത്ര. ഇപ്പോൾ ടൈം 8 മണിയായി. കറക്റ്റ് 8 മണിക്കാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു സാധാരണ ഗ്രാമപ്രദേശമാണ്. എന്നാണ് ഇവിടെ കൃഷിയാണ് കൂടുതലും. വാഴ, കവുങ്ങ് അങ്ങനത്തെ കൃഷികളാണ്. നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളമാണ്. എല്ലാ സെറ്റപ്പോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കുന്നമംഗലം എത്താനായി. അപ്പോൾ വലത്തോട്ട് വയനാട് മുക്കം, ഇടത്തോട്ട് കോഴിക്കോട്. നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലത്തോട്ട് കയറാൻ പോവാണ്. പെരിങ്ങളത്തുനിന്ന് കുന്നമംഗലത്തേക്കുള്ള റോഡിലാണ്. ചെറുതായിട്ട് മഴ പണി തന്നു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. വൈപ്പർ ഇടൂലെന്നാ പറയണേ. വാശിയിലാണ്. പിന്നെ നിജാസിന്റെ മേലേക്ക് കുറച്ച് വെള്ളം ഒരു വണ്ടിക്കാരൻ പുറത്തുനിന്ന് തെറിപ്പിച്ചു പോയി. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മഴ പെയ്യുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് മഴ പെയ്യുന്നത്. പഞ്ചായത്ത് കോർപ്പറേഷൻ വാർഡ് അടിസ്ഥാനത്തിലുള്ള മഴ ആയതുകൊണ്ട് ഈ മഴ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തുടർച്ചയായിട്ട് പെയ്യുന്നുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വൈപ്പർ ഇടാത്തത്. ഞാൻ കത്തുണ്ടാക്കാത്തത്. പിന്നെ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മഴ വില്ലനാവും. മഴ വില്ലനാവുകയാണെങ്കിൽ അതിനെ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളങ്ങനെ താമരശ്ശേരിയാണുള്ളത്. താമരശ്ശേരി എത്തിയിരിക്കുന്നു. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ബസ് സ്റ്റാൻഡും പിന്നിട്ട് നമ്മളിങ്ങനെ വയനാട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അടിവാരെത്തിയിട്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുങ്കത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചുങ്കത്തുനിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുക്കം, ഓമശ്ശേരി, മഞ്ചേരി, അരീക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണ്. ഇടത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂനൂർ, ബാലുശ്ശേരി, കൊയിലാണ്ടി ആ ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണ്. നേരെ വയനാട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് റൈറ്റ് പോയാലാണ് കക്കയാൻ ഡാം
അത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതേപോലെ മുക്കം ഭാഗത്തേക്ക് പോകുന്ന നേരം അവിടെയും ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനെ, ഇക്കാണും കരയും കടലും ആരുടേതുമല്ലൻ മകനെ. പുലികൾ പക്കി വരുന്നുകൾ കടലാമകൾ കാത്തുരുങ്ങൾ തനനാന പുലയാടികൾ നമ്മളുമൊപ്പം കലഹിച്ചു മരിക്കും ഇവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കും ഇവിടം ഞങ്ങൾ ഏകദേശം അടിവാരം എത്താനായിട്ടുണ്ട്. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാ മലനിരകളാണ് നമുക്ക് കയറാനുള്ളത്. അടിപൊളി സീനറിയാണ്, ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാട്ടോ. ഈ ഭാഗത്തൊക്കെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ഈങ്ങാപ്പുഴ കഴിഞ്ഞ് ഒടുങ്ങാക്കാട് മക്കാമ കഴിഞ്ഞ് അടിവാരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വളരെ പ്രകൃതി ഭംഗി ഏറെ. ഇതിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആളുകൾ ഇപ്പോഴും കാണാത്ത. നമുക്കൊക്കെ ഒരു ദിവസം വന്നിട്ട് അതൊക്കെ കാണിക്കുക വീഡിയോ കൂടെ. ഇപ്പോൾ നമ്മൾ വയനാട് ലക്ഷ്യമാക്കി പോകുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് വ്യൂ മാത്രം നമ്മൾ എടുക്കുന്നത്. ഒരുപാട് നല്ല അടിപൊളി ഒരുപാട് കൃഷികൾ കാര്യങ്ങൾ, ഈ റബ്ബർ അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവസാനം നമ്മൾ അടിവാരെത്താനായി. അടുത്തായിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതിന് മുൻപായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത യാത്ര നമ്മളെ കേരള ട്രിപ്പാണ്. വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം വളവ് കഴിഞ്ഞു. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ഒരു ചെറിയ ചായ ഉണ്ടാക്കി കഴിക്കണം വിചാരിക്കണേ. കാര്യമായിട്ടുള്ള ഭക്ഷണം കൽപ്പറ്റ എത്തിയിട്ടേ കഴിക്കുള്ളൂ. അതിന് മുമ്പ് ചെറുതായിട്ട് ചായ ഉണ്ടാക്കണം. നല്ല രീതിയിൽ മുകളിലേക്കൊക്കെ കോടുണ്ട്. കോടയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ യാത്ര വളരെ ഉഷാറായി. ഈ ഭാഗത്ത് നോക്കാം നമുക്ക് കോട കിട്ടുമെന്നുള്ളത്. എന്തായാലും നമ്മൾ ചെറിയൊരു കട്ടൻ ചായയും ചെറിയൊരു കടിയും ഒരു നമ്മളെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ഭക്ഷണം പാകം ചെയ്യൽ ട്രയൽ നോക്കാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു പറ്റിയ സ്ഥലത്ത് നമ്മൾ സൈഡാക്കും. നന്നായി മുന്നോട്ട് പോകും, നന്നായില്ല അവിടെ തിരിച്ച് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കൂ. അപ്പോൾ ഏതായാലും നന്നാവുമല്ലേ എന്നുള്ളത് നമ്മൾ നോക്കാം. യാത്രയുടെ ആദ്യ പടിയിലുള്ള ചായ ഉണ്ടാക്കലാണ്. ഈ ചായ സക്സസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കുള്ള 10 മണിക്കുള്ള ചായയും കടിയും അതോടൊപ്പം ഉച്ചക്കുള്ള ചോറും ഉണ്ടാക്കണമെന്നുള്ള തീരുമാനിക്കുക. അപ്പോൾ സലീംക്കാണ് ചായ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഗ്യാസ്, സ്റ്റൗ സാധനങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വരെ വീട്ടിൽ നിന്ന് എടുത്തേണ്ടതാണ്. ഒരു സാധനം പോലും പുറത്തുനിന്ന് വാങ്ങണ്ട, ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ചിലവ് ചുരുക്ക് മാത്രമല്ല, ഇതൊരു എക്സ്പീരിയൻസ് കൂടിയാണെന്നാണ് സലീംക്ക പറയുന്നത്. പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നമ്മൾ തന്നെ അനുഭവിക്കണം. എന്നാലും നമുക്ക് നോക്കാം ഈ ചായ എന്താ സക്സസ് ആവുമോ എന്നുള്ളത്. കാണാനായിട്ട് 3 സലീംഖാന്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചുരത്തിൻ്റെ 4-ാം വളവിലാണ്. 4-ാം വളവ് കഴിഞ്ഞെടുത്ത് ആ ശുക്കൂർ നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് ഇവിടെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അടുപ്പൊന്ന് കത്തിച്ചു അല്ലേ? അങ്ങനെ കണ്ടില്ലേ? അടുപ്പിച്ച് വെച്ച് കാണിച്ചു കൊടുക്ക്. അങ്ങനെതാ നമ്മൾ അടുപ്പ് കത്തിച്ച് ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ബാക്കി ചായ തിളക്കട്ടെ, അതുവരെ വെയിറ്റ്. ആദ്യപടി സക്സസ് ആയിട്ടുണ്ട്. ചായ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ചായപ്പൊടി പഞ്ചസാര ഇട്ടിട്ട് ചായ കണ്ട് നോക്കാം. സലീംക്ക സ്പെഷ്യലാണ്. ഇതിങ്ങനൊന്നല്ല.
കടുപ്പം കൂടുതലാണോ കുറവാണോ നോക്കാം, നമുക്ക് ക്ലാസ് പറഞ്ഞ് നോക്കാം. ആദ്യ പരിപാടി റെഡിയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ചൂടാക്കുക, ഓംലേറ്റ് ഉണ്ടാക്കുക. അതാണ് അടുത്ത പരിപാടി. അതിന് ഗ്യാസ് ഉണ്ടോ? ആരും തെറ്റിദ്ധരിക്കരുത്, കട്ടൻ ചായയാണിത്. എല്ലാ സാധന ജംഗമ വസ്തുക്കളായിട്ടാണ് ഇറങ്ങിയത്. അടുത്തതിന് ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, ഓംലെറ്റും ബ്രെഡും. അത് കഴിഞ്ഞിട്ട് കൽപ്പറ്റ എത്തിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കണം. അപ്പോഴേക്ക് ഏകദേശം ഉച്ചയാവും. ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ വൈകുന്നേരം കഴിക്കാമെന്നാണ് സലീംക്ക പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യല്ലേ, അപ്പോൾ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ട്. തിരുത്തി മുന്നോട്ട് പോകണം. വീഡിയോ കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും, അനുഭവിക്കുന്നത് നമ്മളാണെന്നുള്ളത് മനസ്സിലാക്കണം. മധുരം കൂടുതൽ കുറവാണ്, പ്രശ്നമുണ്ടോ? ഇല്ല, പഞ്ചസാര ശുക്കൂറിന് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളി, എനിക്കൊരു മീഡിയം മതി. അത് ഞാൻ ആക്കിക്കോളാം, നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കിക്കോളേ. അങ്ങനെ ചായ നിജാസിന് കൊടുക്കുകയാണ്. നിജാസ് കുടിച്ചു നോക്കട്ടെ, എന്താ അഭിപ്രായം പറയട്ടെ. എനിക്ക് ബാത്റൂമിൽ പോകാനാണെങ്കിൽ നേരെ കാട്ടിലേക്ക് കയറിയാൽ മതി. നല്ല ഗംഭീര ചായയാണ്. അന്തസ്. ഞാൻ വിചാരിച്ച് പരാജയപ്പെടുമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആദ്യ പടി തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അടുത്ത് ശുക്കൂറിനാണ്. ശുക്കൂറിന് ശേഷം പഞ്ചസാര കൂട്ടി കൊടുക്കണം. പഞ്ചസാര കൂട്ടിയാണ്. പഞ്ചസാറിൻ്റെ ആളാണ് ശുക്കൂർ. ചായ കുടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ പഞ്ചസാറിൻ്റെ ആളാണ് ശുക്കൂർ. അപ്പോൾ ശുക്കൂറിന് കൊടുത്തത്. റോഡിലേക്കൊക്കെ നോക്കണേ, തല കറങ്ങി നിൽക്കുമോ എന്നുള്ള അറിയില്ല. നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് ചാടിക്കുന്നത് ശുക്കൂർ, പോസ് ചെയ്തിട്ട്. ഹലോ, നമ്മള് അടുത്ത ബ്രെഡ് ഓംപ്ലേറ്റ് പരിപാടിയിലേക്ക് നീങ്ങാണ്. ഒറ്റ നക്കിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ബ്രെഡ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇത്രയും ബ്രെഡ് ആയിട്ട് അതാ ഓരോ ബ്രെഡായിട്ട് സലീംക്ക നല്ല വളരെ എക്സ്പ്രഷൻ മുഖത്ത് കാണുന്നില്ലല്ലോ, കണ്ടോ? ആദ്യത്തെ പരിപാടിയാണ്, അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോളി, നമുക്കത് പരിഹരിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോവാം. അടുത്ത ഒരു ട്രിപ്പ് ഓൾ കേരള ഉണ്ടാവും, അതിനുള്ളൊരു ട്രയലാണ്. ഇത്രയും ചെറിയ അടുപ്പ് വാങ്ങിയാൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇതിന് എത്രയായി സലീംക്ക? അടുപ്പിന് 500 റുപ്യ, ഗ്യാസിന് 130 റുപ്യ, 630 റുപ്യ ആകെ ചിലവ്. 630 എത്രത്തോളം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇന്നറിയാം, നമുക്കറിയാം. കാരണം നമുക്ക് ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രത്തോളം ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും ഒരു ട്രാവലിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഗ്യാസ്. അധിക സ്ഥലം മുടക്കുമില്ല, എങ്ങനെ വേണമെങ്കിലും ബാഗിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഓംപ്ലേറ്റിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചട്ടി ചൂടായാൽ അപ്പം ഓംപ്ലേറ്റ് അടിക്കുന്നതാണ്. ഓംപ്ലേറ്റ് അടിക്കാൻ പോണ ആളെ തലയും ഒരുപോലെയാണ്. എനിക്ക് തോന്നുന്നത് ചട്ടിയിലെ ഇടുന്നതിനെക്കാട്ടി നല്ലത് മൂപ്പരാളെ തലയിലേക്ക് നമുക്ക് ഇടുന്നതായിരിക്കും എന്ന് തോന്നുന്നു. ഓംപ്ലേറ്റിന് ഇപ്പോൾ നല്ല ചൂടായി കിടക്കുന്നുണ്ട് രണ്ടും. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വീട്ടുകാരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം സംഭവം. ഒരു ഓംലെറ്റും 4 ബ്രെഡും പൊരിക്കാനാണ്. വിശക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ പണികളൊക്കെ തുടങ്ങണം. ഇതൊരു പാടായിരിക്കണം. വിശന്ന് കഴിഞ്ഞിട്ട് ആരും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനമായിട്ട് നിൽക്കരുത്. അപ്പോൾ ഈ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. സംഭവം തന്നെ വിശന്നിട്ട് മനുഷ്യൻ്റെ കിളി പാറി കുത്തിരിക്കുന്ന സമയമാണ്. രാവിലെ വെറും കട്ടൻ ചായയും കുടിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോൾ തൽക്കാലം ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഓംലെറ്റിനൊക്കെ വലിപ്പം കൂടിയോ ഒരു കോഴിമുട്ടൊക്കെ. മറച്ചിട്ട് നമ്മുടെ അടുത്തുണ്ടാക്കട്ടെ. അങ്ങനെ ഫസ്റ്റത്തെ ഓംപ്ലേറ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ
സെലിങ്ക കണ്ടോ, ഇപ്പൊ തന്നെ നിലത്തൊന്നും മാറി കഴിക്കേണ്ട സ്ഥിതി ഇപ്പോൾ വന്നിരുന്നത്. മാറ ഫ്ലോപ്പായി പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പറക്കുന്നല്ലേ മതി. ഏകദേശം സംഗതി സെറ്റാക്കിയിട്ടുണ്ട്. ഓംപ്ലേറ്റ് ഓരോരുത്തരിലേക്ക് എടുത്ത് സെറ്റാക്കി കൊടുക്കാറ്. ഓരോരുത്തർക്ക് 3 ഈച്ച ബ്രെഡ്, സിംഗിൾ തൽക്കാലത്തേക്കുള്ളൊരു ചായ. അതാണ് രാവിലത്തെ ചെറിയ ലഘുപടി ചായ പരിപാടികളൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടിപൊളി സ്ഥലമാട്ടത്. ശരിക്ക് നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും വെള്ളം വരുന്ന സ്ഥലമാണ്, കണ്ടാലറിയാം. വീട്ടിൽ നിന്ന് പോലും പാത്രം കഴുകാത്ത ആളിതാ ഇവിടുന്ന് പാത്രം കഴുകുകയാണ്. ഇത് 4ാം വളവ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. പാത്രമൊക്കെ കഴുകി നീങ്ങ വരുന്നുണ്ട്. എന്നാ പോവല്ലേ നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മളുള്ളത് 8ാം വളവിൻ്റെയും 9ാം വളവിൻ്റെയും ഇടക്കുള്ള ഭാഗത്തായിട്ടാണ്. ചുരം കയറി ഏകദേശം തീരാനായി. നമ്മളെ വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി സീനറിയാണ്. ഇതൊക്കെ വന്ന് കാണാത്തൊരു നിർബന്ധമായിട്ടും വന്ന് കാണണം. അങ്ങനെതാ നമ്മൾ വയനാട് കോഴിക്കോട് ജില്ല കഴിയാൻ പോവുകയാണ്. വെൽക്കം ടു വയനാട്. വയനാട്ടിലേക്ക് കടന്നു. അങ്ങനെ നമ്മൾ ചുരം കഴിഞ്ഞ പാട് ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമ്മളെ വളരെ പ്രശസ്തമായ കരിന്തണ്ടൻ എന്ന ആളൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളൊക്കെ കാണാൻ വരുന്ന സ്ഥലമാണ്. ചെയിൻ ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചങ്ങല ഉള്ള ഒരു മരം കൂടിയാണ്. നമ്മളത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പൂക്കോട്ട് ലേക്ക് ഉണ്ട്. അങ്ങനെ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ ഏകദേശം സുൽത്താൻ ബത്തേരി എത്താറായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ബീനാച്ചി എസ്റ്റേറ്റിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മീനങ്ങാടി കഴിഞ്ഞു. നമ്മളെ ലക്ഷ്യം മറ്റേ ഗുണ്ടിൽപേട്ട പൂത്തോട്ടാണ്. അപ്പം അവിടേക്കാണ് നമ്മളെ പോക്ക്. അതിനിടയ്ക്ക് ബത്തേരിയിൽ നിന്ന് ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ 8 മണിക്ക് പോന്നിട്ട് ഇപ്പം ഏകദേശം 12:20. നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തി റെസ്റ്റ് എടുത്ത്
വളരെ സാവധാനമാട്ടോ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ബത്തേരി ടൗണിലെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണ്, ഇത്രയും ദൂരം പോകുന്ന സ്ഥിതിക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എത്ര 45 കിലോമീറ്റർ ഓടാനുള്ള ചാർജിന് 41 കിലോമീറ്റർ ഓടാനുള്ള ചാർജിന് ബാക്കിയുണ്ട്. കോഴിക്കോട് നമ്മളിവിടെ എത്തിയിട്ടും. അപ്പോൾ ഇനി ഇവിടെ ചാർജ് കുത്തിയിടുക, ഭക്ഷണം പാകം ചെയ്യുക, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പാകം ചെയ്യാൻ പോവാണ്. നെയ്ച്ചോറും കോഴിക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പറ്റിയ സ്ഥലം കിട്ടി. നമ്മളെ വണ്ടി സൈഡാക്കി ആ സഡീങ്ക നെയ്ച്ചോറുള്ള അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയൊക്കെ ഈ നെയ്ച്ചോറിലേക്കുള്ള വലിയുള്ളി ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കത്തി കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ബ്ലേഡ് കൊണ്ടാണ് ചെയ്തത്. കണ്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ അരി കഴുകി അതേപോലെ വെള്ളമൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നെയ്ച്ചോറിനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. അടുപ്പ് ഇതാ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇനി കുക്കിംഗ് ആരംഭിക്കാൻ പോവാണ്. നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ളത് സെറ്റാക്കിയിട്ടുണ്ട്. പാന് അതേപോലെ ഇതാ നെയ്ച്ചോറ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ അരി നമ്മളതിലിടും. അരി കഴുകി വെച്ചാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊക്കെ മസാല തേച്ചും കാഞ്ഞ് ക്ലിയറാക്കി വെച്ചാണ്. അതെടുത്തിട്ട് പൊരിക്കലാണ് അടുത്ത പരിപാടി. എന്നിട്ട് കടായി ഉണ്ടാക്കുകയാണ്. നമുക്ക് സുക്കൂർ താളെ വെക്കട വിശക്കുണ്ട്. ഒരുത്തം വിശപ്പ് സഹിക്കാൻ കഴിയാതെ ക്യാരറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് സീട്ടാക്കുന്നുണ്ട്. നമ്മളത് കുക്കറിന് മൂടിയൊക്കെ ഇട്ടിങ്ങനെ സെറ്റാക്കാൻ പോവാണ്. എന്താവും എന്നുള്ളത് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കറിയാം. അല്ല മണിക്കൂറുകൾ മിനിറ്റുകൾക്ക് ശേഷം അറിയാം. നമുക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെയ്ച്ചോറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങൾ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ചിക്കൻ പൊരിക്കാൻ പോവാണ്. സലീംക തന്നെയാണ് ചിക്കൻ പൊരിക്കുന്നത്. നോക്കാം എന്താവും എന്നുള്ളത്. വെളിച്ചെണ്ണ ചൂടാട്ടെ. വെളിച്ചെണ്ണ ചൂടാണ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഉള്ള പൊരിക്കലാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് പോലും പേരിന് പോലും പൊരിച്ചു വെക്കില്ല. നമുക്ക് എന്താവും. ഒരു പരീക്ഷണാർത്ഥമാണ്. ഇപ്പുറത്ത് വന്നിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ കുറയ്ക്കാം. അത് എല്ലാം ഇട്ടിട്ട് തീ ഒന്ന് കുറച്ചാൽ വേണ്ടിയിട്ടാണ്. വേണ്ട അത്ര മതി. അത് ഫ്രൈ ആയിട്ട് കോരി എവിടെ നമ്മളെ പൊരിക്കൽ പരിപാടി തുടങ്ങിയിരിക്കുന്നു. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. പൊരിച്ചും കൊണ്ടിട്ടുണ്ട്. ക്യാമറമാൻ്റെ മുഖം നോക്കട്ടെ. കുക്കിങ്ങാറിൻ്റെ മുഖം നോക്കട്ടെ. ഇങ്ങനെ സലീം MS കാലിക്കറ്റ് എന്നാണ് യൂട്യൂബ് കേട്ടോ. ഏകദേശം ചിക്കൻ റെഡി ആയിട്ടുണ്ട് പൊരിച്ചത്. നമ്മൾ ഓവർ വേവായി കഴിഞ്ഞാൽ അതിൽ ഗ്രേവി പോയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരുന്നത് നമ്മളെടുത്താത്തുണ്ട്. ഇവിടെ നമ്മളെ കൂടെ വന്ന ഷുക്കൂറിൻ്റെ പെങ്ങളാണ്
അവരുടെ ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടപ്പോൾ കൗതുകമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. ഞങ്ങൾക്ക് ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് നോക്കി ഞങ്ങൾ കൂടെ നോക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കനെക്കാട്ടി മുമ്പ് എത്തിയിരുന്നതാണ്. ഇപ്പൊ തന്നെ ചോറ് തിന്നുമ്പോ വെറും വയറ്റിൽ ചോറ് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. ചിക്കൻ കടായി ആണ്, കടായി ഉണ്ടാക്കാനുള്ള കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പൊരി ഏകദേശം കഴിയാനായിക്കണ്. ചിക്കൻ കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇതാ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കടായി ആക്കാനുള്ള പരിപാടിയിലാണ്. പൊരിച്ച് വെച്ച പീസൊക്കെ ഏകദേശം തീർന്നു തുടങ്ങിയത്. പൊരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ലേസം വെളിച്ചെണ്ണ പോയിക്കുന്ന സാറില്ല. ഇതാണ് മെറ്റല അതുകൊണ്ട് പ്രശ്നമില്ല, നല്ലതാണ് വണ്ടിക്ക്. വെളിച്ചെണ്ണ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്ന നേരം ലേസം തൂത്തുപോയി, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത പരിപാടി കടായി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. ചിക്കനതാ പൊരിച്ച് വെച്ച് അപ്പോൾ നമ്മളെ ചിക്കൻ പൊരിച്ച ഒന്നായിട്ട് കേടായ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല കടായി ചിക്കൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മളെ കടായി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോറ് എന്തായി എന്നുള്ളത് ഇതുവരെ നോക്കിയില്ല. നമ്മളൊന്ന് പോയി നോക്കുക, എന്നിട്ട് തിന്നാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓക്കെ, ഗ്യാസ് ക്ലോസ് ചെയ്യണം. ചോറ് എന്തായി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആയിക്കണോ ഇല്ല നമ്മൾ പറയാം. നമ്മളെ ചോറ് റെഡി ആക്കിന്, തിന്നാനുള്ള പരിപാടി നോക്കുക. ചോറിലെ അധികമാണോ എന്ന് സംശയമുണ്ട്. 3 ആക്കുള്ള അല്ല ഉള്ളത്. ചോറ് ഇതാ കടായി. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറും കടായും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 3 ആക്ക് തിന്നാനുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അച്ചാറ്, തൈര്, ചോറ് 3 ആക്കുള്ളത്, പിന്നെ 2 കഷ്ണം ചിക്കൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കടായി സെറ്റായി നിൽക്കുന്നുണ്ട്. ചോറ് കുറച്ച് ബാക്കിയുണ്ട്. ബാക്കി പറഞ്ഞാൽ തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കണക്കാക്കിയിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ബാക്കി നമുക്ക് തിന്നാം. അതിന് വൈകുന്നേരം നമ്മളെ ഒരു പരിപാടിയും കൂടി ഉണ്ട്, ദോശ ഉണ്ടാക്കല്. അപ്പോൾ ദോശ ഉണ്ടാക്കണതും ദോശക്ക് ബാക്കി കടായി നമ്മൾ മാറ്റി വെക്കുക. നടക്കൂല. തിന്നാനുള്ള പരിപാടിയിലാണ്. ശുക്രേ അപ്പുറത്തിരുന്നോ. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമ്മൾ വണ്ടി ചാർജിലിട്ടിട്ട് മുത്തങ്ങ കാട്ടിലേക്ക് ഒന്ന് പോന്ന് ബസ്സിനാണ് പോരുന്നത്. അപ്പോൾ നല്ല അടിപൊളി മൃഗങ്ങളെയൊക്കെ കണ്ട്, ആനനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ മാന്, മയില്, ഇങ്ങനെ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ നേരെ നല്ല ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് ഒരുപാട് പൂപ്പാടങ്ങൾ കണ്ടമാനുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങളെല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ പൂവുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് നല്ല രസമുണ്ട്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ളൊരു വിഷ്വലാണ് ഇവിടെ. ദൂരെ സ്ഥലത്ത് നിങ്ങൾ കാണുന്ന കുന്നുകളിലൊക്കെ ഇതേപോലെ പൂപ്പാടങ്ങളുണ്ട്. ദൂരത്തുനിന്ന് നോക്കുന്നേരം പല കളറിലുള്ള കുന്നുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കൃഷി ഉപജീവനമാർഗമാക്കിയ ആളുകളാണ്. പക്ഷെ അതിൽ തന്നെ കുറച്ച് തട്ടിപ്പുകാരും ഉണ്ട് കേട്ടോ. ഈ മെയിൻ റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളിലൊക്കെ പൂന്തോട്ടം കാണാൻ പണം ചോദിക്കുന്നുണ്ട്.
കുറച്ച് ഉള്ളോട്ടൊന്നും പോയി കഴിഞ്ഞാൽ പണമൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് കാണുകയും അതേപോലെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വാഹനത്തിൽ പൂ കയറ്റുന്നത് കണ്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ ഷൂട്ട് ചെയ്തപ്പം ഈ വാഹനത്തിൽ പൂ കയറ്റുന്നത് ഷൂട്ട് ചെയ്യാൻ ചായ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ ടീം നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല. കാരണം അതിൽ റോഡിൻ്റെ സൈഡിൽ വെച്ചെങ്കിൽ പൂവ് കയറ്റുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് എന്നേ ഉള്ളൂ. അപ്പം അതിനവർ ചായ പൈസ ചോദിച്ചു, നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതാ രാത്രിയായി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷുക്കൂർ ചായ ഉണ്ടാക്കുന്നുണ്ട്. ദോശ കുറച്ച് ചുട്ട് ദോശ ആയി കൊണ്ടിരിക്കണ്. ദോശമാവ് ഇതാ നമ്മളെ ഇവിടെ വയനാട്ടിലെത്തിയപ്പോൾ ബത്തേരി ഇതാ നമ്മളൊരു ഡ്രൈവറുണ്ട്. വെളിച്ചല്ലാത്തതുകൊണ്ട് മൂപ്പരെ പ്രത്യേകിച്ച് കാണുന്നില്ല. ഒന്ന് പേര് പറഞ്ഞു കൊടുത്താളേ. പേര് സുരേഷ്. സുരേഷ്, സുൽത്താൻ ബത്തേരി. ഞാൻ 30 കൊല്ലമായി ഇവിടെ ഓട്ടോ ഫീൽഡ് തന്നെയാണ്. മൂപ്പരൊന്ന് പരിചയപ്പെട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. പുതിയ യാത്രാവിശേഷങ്ങളുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഓൾ കേരള ട്രിപ്പാണ് അടുത്തത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓൾ കേരള ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.